ഹലോ, ഇന്ന് എൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചപ്പോൾ ഉച്ചയുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ വീട്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുഡൊന്നും വെക്കാനൊന്നുമില്ല, നേരെ ഓർഡർ ചെയ്തു. എനിക്ക് ഫ്രൈഡ് റൈസും ഇക്കാക്ക് പൊറോട്ടയും ബീഫോട്ടെ പറഞ്ഞേ. പിന്നെ ഞാൻ ആ ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പൊറോട്ട പറയാത്തില്ലെങ്കിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടാ. പിന്നെ പകല് ഫുള്ള് മഴ ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങില്ല കേട്ടോ. പിന്നെ രാത്രി ഇപ്പോഴായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങണേ. പിന്നെ മെയിനായിട്ട് ഇറങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ ഇവനൊരു ഡൈപ്പർ മേടിക്കണമായിരുന്നു. പിന്നെ രാത്രി ഫുഡും കഴിക്കണമായിരുന്നു. ഞങ്ങൾ ഡൈപ്പർ മേടിച്ചു തന്നെ എനിക്കൊരു പാനിപ്പൂരി കട ഉണ്ട്. എനിക്ക് പാനിപ്പൂരി അങ്ങനെ ഇഷ്ടമല്ല, പക്ഷെ മസാലപ്പൂരി ഭയങ്കര ഇഷ്ടമായിട്ടാ. അങ്ങനെ അതൊരെണ്ണം കഴിക്കാന്നൊരാഗ്രഹം. ഈ മസാലപ്പൂരിയുടെ മുകളിൽ കൂടെ വെച്ചാൽ റെഡ് സോസില് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അതിങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കഴിക്കും. അത് ഞങ്ങളൊരു കടയിൽ കയറി മിഠായി മേടിച്ചിട്ടാ. ഇപ്പൊ മിഠായി മേടിക്കുമ്പോ എനിക്ക് കാക്ക ഒരേപോലെ മേടിക്കണട്ടാ. നമ്മൾ ഒരെണ്ണം പോലും കൂടുതൽ എടുക്കാൻ ആള് സമ്മതിക്കില്ല. പിന്നെ ചാലക്കുടിയിലാണെങ്കിൽ പുതിയൊരു മന്തിക്കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ പുതിയതൊന്നുമല്ല, അത് തുടങ്ങിയ സമയത്ത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കടപ്പം ദുബായിലായിരുന്ന സമയത്താണ് ഈ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്നേ പോണെന്ന് വിചാരിച്ചതാ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ കാണണേ. ഞങ്ങൾ രണ്ടുപേരും പെരി പെരി അൽഫാം മന്തി ആട്ടോ പറഞ്ഞേ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ എന്താ പറയാ, മന്തി എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, അറിയാലോ. അങ്ങനെ ഫുഡ് ഒക്കെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇടാ. അപ്പൊ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ പകലൊക്കെ ഫുഡ് കഴിക്കാൻ പോണേക്കാൾ ഇഷ്ടം രാത്രി ഫുഡ് കഴിക്കാൻ പോണേട്ടാ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവനും കൂടെ റീൽ എടുക്കാൻ നോക്കിട്ടാ. പക്ഷെ അവൻ ആദ്യമൊക്കെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് ഭയങ്കര കരച്ചിലായി. അങ്ങനെ ആ പ്ലാനിങ് ചീറ്റിപ്പോയി. പിന്നെ ഇങ്ങനെ ക്യാമറ ഒക്കെ ഓണാക്കി പിടിച്ചാൽ ആൾ അതിൽ കുറേ നേരം നോക്കിയൊക്കെ നിൽക്കൂട്ടാ. പിന്നെ ആൾക്ക് മൂടുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.